കോതമംഗലത്ത് നിന്ന് വരുമ്പോൾ തട്ടേക്കാട് കഴിഞ്ഞ് 6 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിലുള്ള പെരിയാറിന് തീരത്തുള്ള ആനക്കയം ബീച്ച്. അതാണ് ഈ കാണുന്നത്. അപ്പുറത്ത് ഫോറസ്റ്റാണ്, കാട്. ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നവംബർ 30, 2022 ഞങ്ങൾ പോയൊരു യാത്രയിൽ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ആ വർഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പുതിയ കാർ എടുത്തിട്ട് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഒന്ന് ഡ്രൈവിങ് ചെയ്ത് പരിശീലിക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ ആ സമയത്ത് എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ്. ഇപ്പോൾ ഒന്ന് ഫോൺ ചേഞ്ച് ചെയ്തപ്പോൾ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ പതിയെ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ആനക്കയം ബീച്ച്, പൂയംകുട്ടി, അതുപോലെ മാമലക്കണ്ടം. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ആ ഒരു ദിവസം പോയത്. അധികം ബഹളങ്ങളോ തിരക്കുകളോ ഒന്നുമില്ലാത്ത ശാന്തസുന്ദരമായ സ്ഥലങ്ങളിലൂടെ ആയിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. അധികം സംസാരിച്ച് വെറുപ്പിക്കാതെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടുള്ള യാത്രയാണ്. ആ രീതിയിൽ നമുക്കത് കാണാനായിട്ട് ശ്രമിക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. അതേപോലെ ഇതിനിടയ്ക്ക് വെച്ച് ചില സമയത്ത് സംസാരിക്കുന്നുണ്ട്. അല്ലാന്ന് ഒഴിച്ചാൽ ബാക്കി വലിയ സംസാരങ്ങളൊന്നുമില്ല. എന്താ എന്താ നോക്കണ്ടത്?
ഇപ്പം നമ്മൾ ഇതിൽ കൂടിയാണ് ഞങ്ങൾ പോണ. നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നുണ്ടാകും. ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് എൻ്റെ ഭർത്താവിനെ ക്ഷണിക്കുകയാണ്. ഇത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ, അതായത് തട്ടേക്കാട് നിന്ന് കോതമംഗലത്ത് നിന്ന് വരുമ്പോൾ തട്ടേക്കാട് കഴിഞ്ഞ് 6 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള കുട്ടമ്പുഴ പഞ്ചായത്തിലുള്ള പെരിയാറിൻ്റെ തീരത്തുള്ള ആനക്കയം ബീച്ച്. അതാണ് ഈ കാണുന്നത്. അപ്പുറത്ത് ഫോറസ്റ്റാണ്, കാട് ഉണ്ട്. അപ്പുറത്ത് നല്ല രീതിയിലുള്ളൊരു കാടാണ്. ഇപ്പുറത്ത് ഒരു ബീച്ച്, ആനക്കയം ബീച്ച് എന്നതിന് പറയുന്നത്. അതായത് കുറച്ച് തീരം, കടൽ തീരം പോലെ കാണപ്പെടുന്നതുകൊണ്ടായിരിക്കും അവർ ബീച്ച് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. ഇതാണ് ആനക്കയം ബീച്ച്, കുട്ടമ്പുഴ പഞ്ചായത്തിലുള്ളത്. ഇവിടെ സൈലൻ്റ് ഏരിയയാണ്, അധികമാരും വരാത്തൊരു പ്ലേസാണ്. അത്യാവശ്യം ഫോട്ടോഷൂട്ടിനും മറ്റും പറ്റിയ നല്ലൊരു ഏരിയയാണ്. അതെ, നമ്മുടെ നേച്ചറിൻ്റെ ബ്യൂട്ടിയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും അധികം ആരും ഇല്ല കേട്ടോ. ഇവിടെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞൊരു ദിവസമാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താ പറയുക, അടിപൊളി. അപ്പോൾ നിങ്ങളെല്ലാവരും സാധിക്കുകയാണെങ്കിൽ ഒന്ന് വന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗിൽ ഉൾപ്പെടുത്താനായിട്ട് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതണു. ബാക്കിൽ കാണുന്ന ആ ഒരു ഏരിയ ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. വല്ലാതെ ജനത്തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉള്ള സ്ഥലമല്ല, അല്ലാതെ ഒരു കാമായിട്ടുള്ള സ്ഥലമാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെയൊക്കെ പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. ഓക്കെ, അങ്ങനെ അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പൂയംകുറ്റിയിലോട്ടാണ് അടുത്തത് പോകുന്നത്. പുലിമുരുകനെല്ലാം ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് പൂയംകുറ്റി. അപ്പോൾ ഇവിടെ നിന്നും ആനക്കയം ബീച്ചിൽ നിന്നും ഒരു 30 മിനിറ്റ് ദൂരം കാറിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുന്ന ദൂരത്തിലാണ് പൂയംകുറ്റി ഉള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ആ കാഴ്ചകൾ കാണാം, ആ യാത്രയും കാഴ്ചകളും. അങ്ങനെ പൂയംകുറ്റി ആ പാലം കടന്ന് അപ്പുറത്ത് എത്തി നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പാലത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് ചെയ്തത്. എൻ്റെ ഓർമ്മയിൽ നമുക്ക് പാലം കടന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞെന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ഓർക്കണത്. അല്ലെങ്കിൽ നമ്മളന്ന് പാലം കടന്ന് പിന്നെ അങ്ങോട്ടേക്കുള്ള റൂട്ടിൽ ആ വഴി കൂടി അല്ല പോയത് എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് ഈ രീതിയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷത്തോടെ നമ്മൾ പോവുകയാണ് ചെയ്തത്. അടുത്തത് നമ്മൾ മാമലക്കണ്ടത്തേക്കാണ് അവിടെ നിന്നും പോകുന്നത്. അതിനു മുന്നേ നമ്മൾ ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു, ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൂയംകുറ്റിയിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട്. ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് കാലിൽ ചെറിയൊരു വേദന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ
നോക്കിയപ്പോഴായിരുന്നു കണ്ടത് ചെറിയൊരു അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ കാലിൽ അട്ട കടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. ഈ മൂന്നാർ, വാഗമൺ അങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനിലോട്ടൊക്കെ പോകുമ്പോൾ അട്ട കടിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും എനിക്ക് അതിനുള്ളൊരു ഭാഗ്യമുണ്ടായി എന്ന് പറയാം. ഹസ്ബൻഡിൻ്റെ കാലിൽ നിന്ന് കുറച്ച് ചോര വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ എൻ്റെ കാലിൽ നോക്കിയപ്പോൾ എൻ്റെ കാലിലും അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് അവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് മാമലക്കണ്ടം എന്ന സ്ഥലത്തേക്കാണ്. അവിടെ തന്നെ ആദ്യം ഉരുളുകുഴി വെള്ളച്ചാട്ടം എന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന യാത്ര, ആ ഒരു വഴി ഒരു ഫോറസ്റ്റ് വഴി പോലത്തെ ഒരു വഴിയാണ്. നല്ല രസമാണ്. പക്ഷേ സെയിം ടൈം കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ ഒരു വഴിയും കൂടിയാണ്. അത്ര ക്ലീൻ റോഡല്ല. വേറെ റൂട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ നമ്മൾ ഈ ഒരു വഴി, ഈ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള വഴി സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിലൂടെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജീപ്പ് പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ എടുത്തു നമ്മൾ ഇവിടെ നിന്നും ഉരുളുകുഴി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാനായിട്ട്. എന്നാൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണത്. നമുക്കത് ഈ രീതിയിലൊക്കെ നടക്കാനൊക്കെ പറ്റും അതിന് മേലെ കൂടി. അധികം തെന്നുന്നൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഞാൻ വിചാരിച്ചു തെന്നുന്നതാണെന്ന്, പക്ഷെ ഇവിടെ തെന്നുന്നില്ല. വെള്ളം ഞാൻ കണ്ടു. നോക്കിയോ? കയറുവാണി. അങ്ങനെ അവിടെ നിന്നും കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അടുത്തത് നമ്മൾ മാമലക്കണ്ടം ഹൈസ്കൂൾ അതിനടുത്ത്. പക്ഷേ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളാണല്ലോ അത്. അപ്പോൾ ആ ഒരു സ്കൂളും കണ്ടു. പുറത്തുനിന്ന് കണ്ടതിന് ശേഷം അതായിരുന്നു നമ്മൾ ലാസ്റ്റ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് നമ്മുടെ അപ്പോൾ ചെറിയ യാത്രാവിശേഷമാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, നമസ്തേ.